നമസ്കാരം മാന്യപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾ കേട്ടതാണ് നാസിക് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ TCS നടന്ന ഒരു ലവ് ജിഹാദിന്റെ വിഷയം. സ്ഥാപനത്തിൽ നടന്ന, അതായത് ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന് പറയുന്ന ആ വലിയൊരു സ്ഥാപനം, ആ സ്ഥാപനത്തിനുള്ളിൽ നടന്ന കൂട്ടമതം മാറ്റം, അതിന് നേതൃത്വം നൽകിയ ഒരു സ്ത്രീ എന്നുള്ള വാർത്തയൊക്കെ വളരെ ഞെട്ടലോടെ തന്നെ കൂട്ടത്തോടെ ഒരുപാട് ആളുകളെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കരുതി, അത് മറ്റ് സംസ്ഥാനങ്ങളിൽ, ഹിന്ദി സംസ്ഥാനങ്ങളിലല്ലേ, അത് ബോംബെയിലല്ലേ, മുംബൈയിലല്ലേ, അതല്ലെങ്കിൽ ഡൽഹിയിലല്ലേ, അതല്ലെങ്കിൽ ഉത്തർപ്രദേശിലല്ലേ, കർണാടകയിലല്ലേ എന്നൊക്കെ നമ്മൾ ധരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് അവിടങ്ങളിൽ മാത്രം നടക്കുന്ന ഒന്നല്ല. കാരണം ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ഭീകരന്മാർ, ഇസ്ലാമിക ജിഹാദികൾ കുടികൊള്ളുന്നതും പ്രവർത്തിക്കുന്നതും ജിഹാദികളുടെ ഹബ്ബായി മാറിയിട്ടുള്ളതും നമ്മുടെ സ്വന്തം ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള ഈ അൽ-ഖോരളം തന്നെയാണ്. എന്തായാലും ദൈവത്തിന്റെ നാടായിരുന്ന ആ നാടിനെ ഇസ്ലാമിക ഭീകര ചെകുത്താന്മാരുടെ നാടാക്കി മാറ്റിയ ആ നാട്ടിൽ, മാറ്റപ്പെട്ട ആ നാട്ടിൽ നടന്ന വലിയൊരു ഞെട്ടിക്കുന്ന വിവരം നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഒന്ന് കാണൂ. ഇപ്പൊ എവിടെയാണുള്ളത്? മീൻസ് പർദ്ദക്കകത്താണോ പർദ്ദയ്ക്ക് പുറത്താണോ? ഇതിപ്പോ തൃശങ്കു സ്വർഗത്തിൽ നിക്കുന്ന പോലെ നിക്കുവാണ്, അകത്തുമല്ല പുറത്തുമല്ല എന്നുള്ള രീതിയില്. ഞാന് ഈ ചേട്ടന്റെ വീഡിയോ കണ്ടിട്ട്, അതായത് കാണാൻ തുടങ്ങിയിട്ട് ഒരു 2-3 ആഴ്ച ആവണുള്ളൂ. ഇത് മുന്നേ കണ്ടിരുന്നെങ്കിൽ ഇസ്ലാം ആവില്ലായിരുന്നു. ഇല്ല, ഒരിക്കലും ആവില്ലായിരുന്നു. ഞാനിപ്പോ ഫസ്റ്റ് എനിക്ക് അറിയില്ല, ഞാൻ എന്റെ കൂടെ ഉള്ളവരെല്ലാരും ഇങ്ങനെ നോമ്പ് പിടിക്കണു. അപ്പോ അവര് പറഞ്ഞതൊന്നും ഇതൊന്നുമല്ല, ചേട്ടൻ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്നും കേട്ടിട്ടില്ല. അങ്ങനെ ഖുറാനിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ ഞാൻ ആലോചിച്ചു, ഇത് പറയാഞ്ഞെന്താ? അപ്പോ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ നിന്ന് വരുന്നുള്ളൂ. അതായത് മറ്റുള്ള ആൾക്കാരെ നല്ല രീതിയിൽ കാണുക, അടുത്തുള്ള ആളുകളോട് നല്ല പെരുമാറുക, ഇത്രയും കുറച്ച് നല്ലത് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. ഏത് വിശ്വാസത്തിലാണ് ആദ്യം ഉണ്ടായിരുന്നത്? ഞാൻ ഹിന്ദു ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു വീട്ടിലൊക്കെ? ഇല്ല, ഞങ്ങള് ഒരു പാർട്ടിയിലും ഇല്ലാത്തവരാ. അപ്പോ അങ്ങനെ ആയപ്പോ എന്താ അത് മാത്രം. അപ്പൊ ഞാൻ വിചാരിച്ചു, അങ്ങനെ എന്താ നമുക്ക് അമ്പലത്തിലൊക്കെ വല്ലപ്പോഴും പോയാൽ മതിയല്ലോ, പോണെങ്കിൽ പോവാം, വേണ്ടെങ്കിൽ വേണ്ട. അപ്പൊ കുറച്ച് ഫാമിലിയിലൊക്കെ കുറച്ച് വിഷയങ്ങളൊക്കെ ആവുമ്പോ നമുക്ക് വിഷമം വരുമ്പോ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോ പിന്നെ ഞാൻ ആലോചിച്ചു, നമുക്ക് എപ്പോഴും ഒന്നും പോവാൻ പറ്റുന്നില്ലല്ലോ, അപ്പൊ എന്താ സൊല്യൂഷൻ എന്നാലോചിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവരിങ്ങനെ 5 നേരം നിസ്കരിക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോ അതിന് നമുക്ക് സമാധാനം കിട്ടും എന്നൊക്കെ പറഞ്ഞ ഞാന് അതായത് മഞ്ചേരി സത്യസരണി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇതൊക്കെ നിങ്ങൾ സ്വയമാണോ അതോ വേറെ ആരെങ്കിലും നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നാണോ? ഇല്ല, അങ്ങനെ പറഞ്ഞൊക്കെ തരുമോ. എന്റെ കൂടെ ഉള്ളവരെല്ലാരും മുസ്ലിംസ് ആണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. ഇത് നിങ്ങൾക്ക് എത്ര പ്രായം? എനിക്ക് ഇപ്പോ 30 കഴിഞ്ഞു. ഇത് എത്ര കാലായി? ഇതിങ്ങനെ എത്ര വയസ്സ് മുതൽ? ഞാനിപ്പോ 3 വർഷമായി ഇപ്പൊ ഇസ്ലാമിലേക്ക് വന്നിട്ട്. അപ്പൊ ജോലി സ്ഥലത്ത് നിന്നാണ്? ജോലി സ്ഥലത്തുനിന്ന്. അവിടെയാണ് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തരിക. നോമ്പ് പിടിക്കാറുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. സ്ഥാപനം എന്താണ്? സ്ഥാപനം പറയാൻ? ഞാൻ മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലായിരുന്നു. പ്രൈവറ്റ് ആണ്? അതെ. അത് മുസ്ലിങ്ങൾ നടത്തുന്നതാണോ? അതെ. ഓക്കെ. അപ്പൊ അവിടെ എങ്ങനെയാ ഈ സംസാരം വരുന്നത്? അവിടെ ഞങ്ങള് നോമ്പ് പിടിക്കുമല്ലോ. നോമ്പ് പിടിക്കുമ്പോ അതായത് രാവിലെ മോർണിംഗ് 9 മണി തുടങ്ങി നൈറ്റ് 9:30 വരെയൊക്കെ ഞങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോ ഫുൾ ടൈം ഇവരായിട്ട് തന്നെയാണ്, ഫ്രണ്ട്സും ഇവര് തന്നെയാണ്. അപ്പോ നമ്മൾ കൂടുതലും ഇങ്ങനെ അതായത് നോമ്പ് പിടിക്കുമ്പോഴൊക്കെ പറയും, നല്ല കാര്യമാണ് നീ ചെയ്യുന്നേ, എന്നാൽ ഞങ്ങളിലേക്ക് വന്നൂടെ, അങ്ങനെയൊക്കെ ഒരു ടോക്കിംഗ് ഒക്കെ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ പറയായിരുന്നു. അപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു, അങ്ങനെ മതിയായിരുന്നു എന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞു ഇങ്ങനെ സത്യസരണിയിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇല്ല, ഞാനിങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ എവിടെയാണ് ഇങ്ങനെ ചേഞ്ച്. പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥലം പൊന്നാനിയാണ് കേൾക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പൊന്നാനിന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇങ്ങനെ ചേഞ്ച് ആവണത് അവിടെയാണ്. അപ്പൊ ഞാനിങ്ങനെ ഞങ്ങളുടെ ജോലി സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെ ചേഞ്ച് ആവണ ആഗ്രഹമുണ്ട്. അപ്പൊ അവര് പറഞ്ഞ് നമുക്ക് ഇവിടെയൊക്കെ, അതായത് എന്താ പറയാ, പിരിവിന് വരുന്ന പോലെ
ഡൊണേഷനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട്. അത് മഞ്ചേരിക്കാരാ വന്നേ. അത് സത്യസരണി എന്ന് പറയുന്ന കോഴിക്കോട് മഞ്ചേരി അങ്ങനെയാണ് സ്ഥലം. അപ്പൊ അവിടെ നിന്നുള്ളവരെനിക്ക് നിങ്ങൾ ചോദിച്ചതാണോ ഇത് എവിടെ പോയാൽ പഠിക്കാൻ പറ്റുന്നു? എവിടെ പോയാ പഠിക്കാൻ പറ്റാന്ന് ചോദിച്ചു. നിങ്ങൾ ചോദിച്ചു സ്ഥാപനം എവിടെയാണ്? ഏതാ ഇപ്പൊ നിങ്ങൾ ഈ മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എവിടെയാണ്? ആലുവ. ഓ, ആലുവയിൽ ഇത് ചോദിച്ചപ്പോ നിങ്ങളെ മഞ്ചേരിയിലേക്ക് പറഞ്ഞു വിട്ടു. മഞ്ചേരിയിലേക്ക് പറഞ്ഞു വിട്ടു. കണ്ടല്ലോ, ഇത് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നടന്ന ഒരു ജിഹാദാണ്. അതും വർക്ക് ചെയ്യുന്ന ജോലി സംബന്ധമായിട്ട് ആ മേഖലയിൽ നടക്കുന്ന ജിഹാദുകളാണ്. നമ്മൾ കേൾക്കാറുണ്ട് പല രീതിയിൽ. നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് നമ്മൾക്കറിയാം, മറ്റൊട്ടേറെ ലാൻഡ് ജിഹാദിനെ കുറിച്ച് നമ്മൾക്കറിയാം. അങ്ങനെ ഒരുപാട് ജിഹാദുകൾ നമ്മൾ കേട്ടപ്പോൾ തന്നെയാണ് നാസിക്കിൽ നടന്ന ഈ TCS നടന്ന വലിയൊരു കൂട്ടമതം മാറ്റമൊക്കെ നമ്മൾ കണ്ടത്. അതിനുവേണ്ടി നേതൃത്വം നൽകുക ചിലന്തികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ത്രീകൾ തന്നെയാണ്, മുസ്ലിം സ്ത്രീകൾ തന്നെയാണ്. ആ സ്ത്രീകളിലൂടെ പാവം പിടിച്ച നിർധനരായിട്ടുള്ള അതല്ലെങ്കിൽ പലവിധ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ത്രീകൾ, ആ സ്ത്രീ സമൂഹത്തെ ഒന്നടങ്കം മതം മാറ്റിക്കൊണ്ട് ഇസ്ലാമിക ജിഹാദികൾ ചെയ്യുന്ന ഈ കൊടും ക്രൂരത ദൈവത്തിൻ്റെ നാട്ടിൽ പടർന്ന് പന്തലിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ അതൊക്കെ നമ്മൾ പറയുമ്പോൾ വലിയ വർഗീയവാദമാവും, വലിയ തീവ്രവാദമാവും. അതുകൊണ്ട് നമ്മൾ പറയാതിരിക്കില്ല, ഉറക്കെ പറയുക തന്നെ ചെയ്യും. കാരണം ഓരോ ഹൈന്ദവരും എൻ്റെ സഹോദരന്മാർ തന്നെയാണ്. ഈ രാജ്യത്തുള്ള എല്ലാവരും എൻ്റെ സഹോദരന്മാരാണ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്നിപ്പോൾ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും എത്തിച്ചിട്ടുള്ള ഇസ്ലാമിക ജിഹാദികൾ. അതുകൊണ്ട് തന്നെ ഞാൻ ഉറക്കെ പറയുന്നു, എൻ്റെ സഹോദരന്മാരായിട്ടുള്ള ഹിന്ദു സഹോദരർക്ക് വരുന്ന ഈ വലിയ ഈ ജിഹാദ് ഉണ്ടല്ലോ, ഈ ചിലന്തികളുടെ വലയിൽപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക ഭീകരതയിലേക്ക് നമ്മുടെ സഹോദരിമാരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ പ്രവൃത്തി ഉണ്ടല്ലോ, അത് ഉറക്കെ നമ്മൾ പറയുക തന്നെ വേണം. ഇവിടെ മതേതര കുപ്പായം അണിഞ്ഞ് നടന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവായും കോൺഗ്രസ് ഹിന്ദുവായും മാറ്റിയിട്ടുള്ള അതല്ലെങ്കിൽ മാറിയിട്ടുള്ള അടിമകളായിട്ടുള്ള ഹിന്ദുവെ നീ അറിയുക, ഇന്ന് ഈ ഒരു പെൺകുട്ടിക്കാണെങ്കിൽ നാളെ നിന്റെ വീട്ടിലുള്ള പെൺകുട്ടിക്കും സംഭവിക്കുമ്പോൾ നീ കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് തത്വകാചാര്യന്മാരുടെയൊക്കെ വീട്ടിലുള്ള പെൺമക്കൾ ഇന്ന് ജിഹാദികൾ മേയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടിലേക്കും അത് എത്തുന്ന സമയം വിദൂരമല്ല എന്ന് ഉറക്കെ പറയട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.